ക്ലോക്കിൽ 6 അടിച്ചപ്പോൾ അവൾ ആലസ്യത്തോടെ മിഴികൾ വലിച്ചു തുറന്നു. രാത്രി എപ്പോഴും ഉറങ്ങിപ്പോയതാണ്. അല്ലെങ്കിലും ഉറക്കം നഷ്ടപ്പെട്ടിട്ട് 3 വർഷങ്ങൾ കഴിഞ്ഞു. ഓർമ്മകളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് എപ്പോഴെങ്കിലും ഉറങ്ങിയാലായി. പഴയ തന്റെ ഒരു നിഴൽ രൂപം മാത്രമാണ് ഇപ്പോൾ ഉള്ളതെന്ന് അവൾക്കറിയാം. ഒരുപാട് ദുഃഖങ്ങൾ ഒരുമിച്ച് ദൈവം തന്നപ്പോൾ കൂടെ സന്തോഷിക്കാൻ ഒന്നുകൂടി തന്നിരുന്നു. ആ ഓർമ്മയിൽ അവളുടെ ചുടികളിൽ ഭംഗിയുള്ള ഒരു പുഞ്ചിരി വിടർന്നു. വർഷങ്ങൾക്ക് മുന്നേയുള്ള ലച്ചുവിന്റെ അതേ കുസൃതിയും കുറുമ്പും നിറഞ്ഞ പുഞ്ചിരി. മെല്ലെ തലചിരിച്ച് നോക്കിയപ്പോൾ കണ്ടു പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി ഒരു ഇളം പുഞ്ചിരിയോടെ കിടക്കുന്ന മിഴിമോളെ. കൈ രണ്ടും ചുരുട്ടി പിടിച്ചിട്ടുണ്ട്. ഏതോ സ്വപ്നത്തിലാണെന്ന് തോന്നുന്നു. അതിന്റെ ബാക്കിയാണ് ആ ചുണ്ടിലുള്ള പുഞ്ചിരി. ഉണരുമ്പോൾ ഓർമ്മയുണ്ടെങ്കിൽ പിന്നെ ഇന്ന് മുഴുവൻ ആ കഥയും പറഞ്ഞ് പുറകെ നടക്കും. അവളൊരു ചിരിയോടെ ഓർത്തു. ആ കുഞ്ഞു നെറ്റിൽ വീണുകിടന്ന മുടിയഴകൾ ഒതുക്കി വെച്ച് അവൾ മെല്ലെ അവിടെ ചുംബിച്ചു. അതറിഞ്ഞ പോലെ മിഴി ഒന്നുകൂടി ചുരുണ്ടുകൂടി കിടന്നു. പുതപ്പ് ആ കുഞ്ഞു മേനിയിലേക്ക് ഒന്നുകൂടി വലിച്ചിട്ട് അവൾ എഴുന്നേറ്റു. വീഴാതിരിക്കാൻ 2 സൈഡിലും പില്ലോ വെച്ച് ഒന്നുകൂടി മോളുടെ കവിളിൽ ഉമ്മ വെച്ച് അവൾ ഫ്രഷ് ആവാൻ വേണ്ടി ബാത്റൂമിൽ കയറി. പല്ല് തേച്ച് മുഖമൊക്കെ കഴുകി കണ്ണാടിയിൽ നോക്കിയപ്പോൾ കണ്ടു ഇന്നലത്തെ കരച്ചിലിന്റെ അവശേഷിപ്പായി വീർത്തിരിക്കുന്ന കൺപോളകൾ. ശക്തിയിൽ 3-4 തവണ മുഖത്തേക്ക് വെള്ളമടിച്ച് അവൾ നിന്ന് കിതച്ചു. തന്റെ മുഖമൊന്ന് വാടികൾ നേറുന്ന 3 മനസ്സുകളുള്ളതുകൊണ്ട് അവൾ പതിവ് പുഞ്ചിരി മുഖത്തണിഞ്ഞു. റൂമിന്റെ ഡോർ മെല്ലെ ചാരി ഹാളിലെത്തി ലൈറ്റിട്ടു. ആരും എഴുന്നേറ്റിട്ടില്ല. അടുക്കളയിൽ ചെന്ന് ഒരു കട്ടനിട്ട് ഹാളിലെ ബാൽക്കണിയിൽ വന്ന് നിന്നു. ഉയർന്നിൽക്കുന്ന ആ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് അവൾ ചുറ്റും നോക്കി. വെളിച്ചം വീണു തുടങ്ങുന്നതേയുള്ളൂ. റോഡിലൂടെ വളരെ കുറച്ച് വണ്ടികൾ പോകുന്നുണ്ട്. ചില ഫ്ളാറ്റുകളിൽ ലൈറ്റ് കാണുന്നുണ്ട്. അപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള ഗാർഡനിൽ കുറച്ചുപേര് നടക്കുന്നുണ്ട്. മോർണിംഗ് വാക്ക് എന്ന പേരിലുള്ള സൗഹൃദ സംഭാഷണങ്ങൾ പൊട്ടിച്ചിരികൾ ഉയർന്നു കേൾക്കാം. സാധാരണ ആ കൂട്ടത്തിൽ അച്ഛനും ഉണ്ടാവാറുള്ളതാണ്. ഇന്ന് മടിപിടിച്ച് കിടന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ രാവിലെ അച്ഛനെ കുത്തിപ്പൊക്കെ എഴുന്നേൽപ്പിച്ച് നടക്കാൻ വിടുന്നതാണ് അമ്മയുടെ പണി. മലമറിക്കാൻ ഇത്രയും പണിയില്ലെന്ന് ഇടക്കമ്മ പറയുന്ന കേൾക്കാം. കട്ടിനൂതി കുടിക്കുന്നതിനിടെ അവൾ ഓർത്തു. ഒരു വേള അവളുടെ കണ്ണുകൾ ഗേറ്റിലേക്ക് നീണ്ടു. ഒരു ബ്രൗൺ കളർ ഡസ്റ്റർ ഗേറ്റിൽ വന്ന് ഹോണടിക്കുന്നു. സെക്യൂരിറ്റി ആയിട്ട് എന്തോ സംസാരിക്കുന്നത് കണ്ടു. ഇത്രയും രാവിലെ ആരാണെന്നറിയുള്ള ആകാംക്ഷയിൽ അവൾ അങ്ങോട്ടേക്ക് മിഴികൾ നട്ടു. സെക്യൂരിറ്റി തുറന്നു കൊടുത്ത ഗേറ്റിലൂടെ ആ കാർ ഉള്ളിലേക്ക് പ്രവേശിച്ച് പാർക്കിങ്ങിൽ നിർത്തി. ലച്ചു ഒന്നുകൂടി താഴേക്ക് നോക്കുന്നതിനിടയിൽ ആ വിളി കാതിലേക്ക് പതിച്ചു. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. മുടി വാരിക്കെട്ടിക്കൊണ്ട് ഒരു സ്ത്രീ റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. ഐശ്വര്യമുള്ള ആ മുഖത്ത് സ്വതവേയുള്ള പുഞ്ചിരി ഉണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് അമ്മേ. ബാൽക്കണിയിൽ നിന്ന് ഹാളിലേക്ക് ആയിരിക്കും അവൾ പറഞ്ഞു. ഗുഡ് മോർണിംഗ് മോളെ. മോളിൽ നേരത്തെ എഴുന്നേറ്റോ? എന്തുപറ്റി? ഉറക്കം ശരിയായില്ലേ? പരന്നു കിടക്കുന്ന അവിടെ മുടികൾ ഒതുക്കി വെച്ചുകൊണ്ട് അവർ ചോദിച്ചു. ഏയ് അതൊന്നല്ല അമ്മ, ഞാൻ അലാറം വെച്ച് എഴുന്നേറ്റാ. ഇന്നലെ ഇന്റർവ്യൂ. മോൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് പോവാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ ബഹളായിരിക്കും. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് പ്ലേ സ്കൂളില്ലല്ലോ. ഞാൻ ഇറങ്ങുമ്പോൾ കൂടെ വരെന്ന് പറഞ്ഞ് വാശി പിടിക്കും. അവളൊരു ചിരിയോടെ പറഞ്ഞു. ആ അതും ശരിയാ. ആ കാന്താരി എഴുന്നേറ്റാ പിന്നെ ഈ വീട് തിരിച്ചു വെക്കും. കുറുമ്പത്തി. അവരുടെ വാക്കുകളിൽ മിഴിമോളോടുള്ള വാത്സല്യം നിറഞ്ഞു നിന്നിരുന്നു. അമ്മ വലിയ ഡയലോഗൊന്നും അടിക്കണ്ട. അവിടെ എല്ലാ തോന്നിയാസിനും നിങ്ങൾ രണ്ടുമാണ് സപ്പോർട്ടെന്ന് എനിക്കറിയാം. എന്നിട്ട് എന്നെ കേൾക്കെ ചുമ്മാ വഴക്ക് പറയുന്ന പോലെ അഭിനയിക്കും. നിങ്ങളുടെ ഒളിച്ചെളിയൊന്നും ഞാൻ അറിയുന്നില്ലെന്ന് വിചാരിക്കണ്ട. അവൾ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. കുഞ്ഞല്ലേ മോളെ, ഇപ്പൊക്കെയല്ലേ ഇങ്ങനെ വികൃതി കാണിക്കാൻ പറ്റുള്ളൂ. കുഞ്ഞുങ്ങളായ ഇത്തിരി കുസൃതിയും കുറുമ്പൊക്കെ വേണം. എന്നാലേ ഒരു ഓളുണ്ടാവുള്ളൂ. ഈ നനഞ്ഞിരിക്കുന്ന പിള്ളേരൊന്നും കാര്യമില്ല. നീ നല്ല കടുക് പൊട്ടിത്തെറിച്ച പോലത്തെ സ്വഭാവം വേണം. ഫ്രിഡ്ജിൽ നിന്നും പച്ചക്കറികൾ പുറത്തേക്ക് എടുത്തുകൊണ്ട് അവർ പറഞ്ഞു. കടുകല്ല, ആറ്റബോമിന് കയ്യും കാലം വെച്ച മുതലാണ്. 3 വയസ്സേ ആയിട്ടുള്ളൂ. അവിടെ ചില നേരത്തെ വർത്താനം കേട്ടാലേ ഞാൻ പോലും അന്തം വിട്ടു. കുറുമ്പ് കുറച്ച് കുറെ പ്ലേ സ്കൂൾ വിട്ടപ്പോ അവിടെ എന്നും അടിയുണ്ടാക്കും. ആ ടീച്ചറുടെ പരാതിയിട്ട് ഞാൻ മടുത്തു. ഇവൾ ആണായിട്ട് ജനിക്കേണ്ടതായിരുന്നു. ഒരു നെടുവീർപ്പോടെ ലച്ചു പറഞ്ഞു. അല്ലേലും അവള് ഞങ്ങളുടെ ആൺകുട്ടിയാ. പെൺപിള്ളേർക്ക് അടക്കൊതുക്കൊക്കെ ഉണ്ടായിട്ട് എന്തിനാ? അലമാരിയിൽ വെക്കാനാണ്. അത്യാവശ്യം സാമർത്ഥ്യമൊക്കെ വേണം. നിനക്കതില്ലെങ്കിലും എന്റെ മോൾക്ക് അത് ധാരാളം ഉണ്ട്. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല മോളെ. ഓ ആയിക്കോട്ടെ. ഇനി സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിക്കുമ്പോ യുവമിഥുനങ്ങൾ രണ്ടും കൂടെ പോയാൽ മതി. പരാതിയൊക്കെ എന്നെ വിളിക്കണ്ട. അവൾ മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു. അവളുടെ മുഖഭാവം കണ്ട് അവർ ചിരിച്ചു. വല്ലപ്പോഴുമാണ് അവൾ ഇങ്ങനെ സന്തോഷത്തോടെ കാണുന്നത്. അതൊരു തരത്തിൽ അഭിനയമാണ്. സ്വന്തം വിഷമം ഉള്ളിൽ ഒതുക്കിക്കൊണ്ടുള്ള അഭിനയം. അമ്മ എന്താ ആലോചിക്കുന്നേ? ഇവിടെ ഒന്നല്ലേ? പുറകിൽ കൂടെ കെട്ടിപ്പിടിച്ച് അവരുടെ തോളിൽ മുഖം വെച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ഏയ് ഒന്നുമില്ല എന്റെ ലച്ചുവേ. മോള് പോയി കുളിക്കാൻ നോക്ക്. ബാക്കിയൊക്കെ അമ്മ ചെയ്തോളാം. നേരം വൈകാൻ നിൽക്കണ്ട. നിന്റെ നിർബന്ധമല്ലേ ഒരു ജോലി വേണമെന്നുള്ളത്. ഞാനും അച്ഛനും എത്രയൊക്കെ പറഞ്ഞതാ. കേക്കില്ലല്ലോ പെണ്ണ്. അവരവിടെ കവിളിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. വേണമ്മേ, ഇപ്പൊ ഒരു ജോലി അത്യാവശ്യം. മോള് വളർന്നു വരില്ലേ? ആവശ്യങ്ങൾ കൂടി നീ എത്രയാന്ന് വെച്ചാൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്. അവൾ തലകുമ്പിട്ടോട് പറഞ്ഞു. മതി, നീ ഞങ്ങൾ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? നീയും മോളും ഞങ്ങൾക്ക് ഭാരാണോ ലച്ചു? ആരോരും ഇല്ലാത്ത ഞങ്ങൾ 2 വയസ്സന്മാർക്ക് സ്വന്തം എന്ന് പറയാനുള്ളത് നിങ്ങൾ 2 പേരും മാത്രം.
അതോ ഞങ്ങൾക്ക് മാത്രമാണോ നിങ്ങൾ സ്വന്തം? നിന്റെ മനസ്സിൽ ഞങ്ങൾ ഇപ്പോഴും അന്യരാണോ? ഇടറിക്കൊണ്ട് അവർ വാക്കുകൾ കൂട്ടിച്ചേർത്തു. ആ തുടങ്ങി കണ്ണീർ നായിക. എന്റെ അമ്മ, ഞാനൊന്നും പറഞ്ഞില്ല. എനിക്ക് ഈ ഭൂമിയിൽ സ്വന്തം എന്ന് പറയാൻ എന്റെ മോളും എന്റെ ഈ പഞ്ചാര അമ്മയും പിന്നെ എന്റെ ഈ മടിയൻ അച്ഛനും മാത്രമേ ഉള്ളൂ. അല്ല, പറഞ്ഞ പോലെ പ്രഭാകരൻ എണീറ്റില്ലാവോ? ഇന്നും മടി പിടിച്ച് കിടന്നല്ലേ? അവൾ എളിയിൽ കൈകുത്തിയോണ്ട് ചോദിച്ചു. അച്ഛന്റെ പേരെടുത്ത് വിളിക്കുന്ന കാന്താരി, നിന്റെ ഈ കുറുമ്പ മോൾക്കും കിട്ടിയേക്കണേ. അവരവളുടെ ചെവിയിൽ നോവിക്കാതെ പിടിച്ചോണ്ട് പറഞ്ഞു. ഓ, സ്വീറ്റ് ഹാർട്ടിനെ പറഞ്ഞപ്പോ പിടിച്ചില്ല മായിക്കുട്ടിക്ക്. നമ്മളൊന്നും പറയാനില്ലേ? വയസ്സായി രണ്ടിനും, എന്നിട്ട് പ്രേമത്തിനൊരു കുറവില്ല. എന്റെ മോളിതൊക്കെ കണ്ട് സ്കൂളിൽ ചെന്ന് എത്ര എണ്ണത്തിനെ പ്രേമിക്കാവും. അവൾ നെഞ്ചിൽ കൈവച്ച് മുകളിലേക്ക് നോക്കി പറഞ്ഞു. മായ ഒരു നാണത്തിൽ ചാലിച്ച പുഞ്ചിരി അവൾക്ക് നൽകിക്കൊണ്ട് തിരിഞ്ഞു. ലച്ചു അത് കണ്ട് ചിരിയോടെ മുറിയിലേക്ക് നടന്നു. അകത്ത് കയറി ഡോർ അടച്ചപ്പോൾ അത്രയും സമയം അവൾ അണിഞ്ഞ വേഷം അയച്ചു വെച്ചിരുന്നു. കണ്ണുകൾ ഇറുക്കി അടച്ച് മുഖം അമർത്തി തുടച്ചുകൊണ്ട് അവൾ നിന്നു. കാട്ടിലിൽ ഒന്നറിയാതെ കിടക്കുന്ന മിഴിമോളിലേക്ക് ഒരു നോട്ടം വീണപ്പോൾ ആ ഉള്ളു തണുക്കുന്ന അവൾ അറിഞ്ഞു. മോളെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് അവൾ കുളിക്കാൻ കയറി. ഇതേ സമയം താഴെ വന്നു നിന്ന് ആ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് അവന്റെ പൂച്ച കണ്ണുകൾ തിളങ്ങി. സീറ്റ് ബെൽറ്റ് ഊരിയൊന്ന് മൂരി നിവർന്നുകൊണ്ട് അവൻ കോട്ടുവായിട്ടു. കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി കഴുത്തി 2 വശത്തേക്ക് വെട്ടിച്ചുകൊണ്ട് അവൻ ചുറ്റും നോക്കി. ആ തണുപ്പുള്ള പ്രഭാതം ശരീരത്തിൽ ഒരു ഉന്മേഷം തരുന്ന അവൻ അറിഞ്ഞു. നീണ്ട മുടിയിഴകൾ 2 കൈകളാരും മാടി പുറകിലേക്ക് ഒതുക്കി. അവൻ ആ കൈകൾ കഴുത്തിന്റെ പുറകിലൂടെ കോർത്ത് ചുറ്റും നോക്കി. അങ്ങിങ്ങായി കുറച്ച് ആളുകളുണ്ട്. ഷർട്ടിന്റെ തുറന്ന ബട്ടൺസിന്റെ ഇടയിലൂടെ ഒരു കുരിശിമാല പുറത്തേക്ക് വന്നു. വളർന്ന താടിയുടെയും മീശയുടെയും ഇടയിലൂടെ കാണുന്ന ആ ചെറിയ ചുണ്ടുകളിൽ ഒരു ചെറിയ പുഞ്ചിരി മിന്നിമാഞ്ഞു. ഷർട്ട് ഒന്നുകൂടി വലിച്ചിട്ട് അവൻ കോ ഡ്രൈവർ സീറ്റിലേക്ക് ചെന്നു. ഡോറ് തുറന്നു നോക്കിയപ്പോൾ 17-14 ലോകവും അറിയാതെ സുഖമായി കിടന്നുറങ്ങുന്ന ആളിലേക്ക് നോട്ടമെത്തിയപ്പോൾ അവൻ ചെറുതായിട്ടൊന്ന് ചിരിച്ചു. ഹലോ പ്രീസ കൊച്ചെ, എന്നാ ഉറക്ക ഇത്? സ്ഥലത്തി ഇറങ്ങിയാട്ടെ. അവനവരെ തട്ടി വിളിച്ചെന്ന് പറഞ്ഞു. എത്തിയോ? ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി. കണ്ണി ചിമ്മി തുറന്ന് ചുറ്റും നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു. ചെറുതായിട്ടൊന്ന് മയങ്ങിയെന്നോ? വണ്ടി കയറിയപ്പോ തൊട്ട് തുടങ്ങിയ കൂർക്കം വലിയ എന്തൊക്കെയായിരുന്നു. നീ ധൈര്യമായിട്ട് വണ്ടി എടുത്തോ. അവിടെ എത്തുന്നവരെ കമ്പനി തരുന്ന കാര്യം ഞാൻ ഏറ്റു. തള്ളുമ്പോ ഒരു മയത്തിലൊക്കെ തള്ളണ്ട എന്റെ ട്രീസ കൊച്ചേ. അവനവരെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഓടാ, നീന്ന് വാചകടിക്കാതെ അങ്ങോട്ട് മാറിയേക്കാം, ഞാനൊന്ന് ഇറങ്ങട്ടെ. അവനെ തള്ളി മാറ്റി ഇറങ്ങിക്കൊണ്ട് അവർ പറഞ്ഞു. അവനൊരു ചിരിയോടെ ഡിക്കിയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കി. സെക്യൂരിറ്റി ഓടി വന്ന് അവന്റെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങിച്ചു. 2 ബാഗ് അവനെടുത്തു. ലിഫ്റ്റിൽ കയറുമ്പോൾ അവന്റെ കണ്ണുകൾ ചുറ്റും ഓടിക്കൊണ്ടിരുന്നു. എന്തോ ആ മണ്ണിൽ കാലുകുത്തിയപ്പോൾ മുതൽ തന്നെ എന്തോ ഒന്ന് സ്വാധീനിക്കുന്ന അവൻ അറിഞ്ഞു. 11B എന്ന ഫ്ളാറ്റിന് മുമ്പിൽ എത്തിയപ്പോൾ അവന്റെ കണ്ണുകൾ എതിർവശത്തെ ഫ്ളാറ്റിലേക്ക് നീണ്ടു. ഒരു നിമിഷം അവന്റെ കണ്ണുകളിൽ അത്ഭുതം തെളിഞ്ഞു. ഡോറിൽ മുഴുവൻ മണികളും ടോമും ചെറിയും ചോട്ടാ ഭീമും ഡോറയും എല്ലാം സ്ഥാനം പിടിച്ചിരിക്കുന്നു. കോളിംഗ് ബെല്ലിന്റെ മുകളിൽ പോലും മിക്കി മൗസ്. അവനൊരു ചിരിയോടെ അതെല്ലാം വീക്ഷിച്ചു. അവന്റെ ചിരി കണ്ട ട്രീസയെ അത് കണ്ട് ചിരിച്ചു. ഫാമിലിയാണെന്ന് തോന്നുന്നു അമ്മച്ചി. അമ്മച്ചിക്ക് എന്തായാലും കൂട്ടായി. അവൻ ഡോറിന് ഉള്ളിൽ കയറിക്കൊണ്ട് പറഞ്ഞു. അവന്റെ പുറകെ ട്രീസയും ബാഗൊക്കെ ആയിട്ട് സെക്യൂരിറ്റിയും കയറി. ബാഗെല്ലാം സോഫ്റ്റ് വെച്ച് പോകാൻ തിരിഞ്ഞ അയാൾക്ക് അവൻ പേഴ്സിൽ നിന്ന് കുറച്ച് പണം എടുത്ത് നൽകി. ഒരു ചിരിയോടെ അത് വാങ്ങി അയാൾ പുറത്തേക്ക് നടന്നു. ഇഷ്ടായോ നോക്കി ട്രീസ കൊച്ചെ, ഫ്ലാറ്റ് എടുക്കണം നിർബന്ധമല്ലായിരുന്നു. വീടെടുക്കാന്ന് ഞാൻ പറഞ്ഞപ്പോൾ കേട്ടില്ല. അവൻ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെ ആകെ കൂടെ 2 ആൾക്ക് വേണ്ടി ഒരു വീടെടുക്കാതെ കുറവേ ഉള്ളൂ. അത് അടിച്ചു കൊടുക്കാൻ എനിക്ക് വയ്യ. ഇതാവുമ്പോ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകളോട് മിണ്ടിയും പറഞ്ഞിരിക്കാലോ. നീ പോയാലും എനിക്ക് ബോറടിക്കില്ല. അവരവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അടിക്കാനും തുടക്കാനും അടുക്കളയിലേക്ക് ഒരാളെ നിർത്താന്ന് പറഞ്ഞപ്പോൾ ട്രീസ കൊച്ചിന് അഹങ്കാരം അനുഭവിച്ചോ? അവനും തിരിച്ച് പുച്ഛിച്ചു. അങ്ങനെ എന്റെ അടുക്കളയിൽ വേറെ ആൾക്കായിരുന്നുണ്ടെങ്കിൽ അത് നീ മിന്നു കിട്ടിയ പെണ്ണായിരിക്കും കേട്ടല്ലോ. അവർ ബാഗ് എടുത്ത് റൂമിൽ പോകുന്ന വഴി വിളിച്ചു പറഞ്ഞു. അത് കേട്ട് അവനൊന്നും മിണ്ടാതെ തൊട്ടടുത്ത റൂമിലേക്ക് നടന്നു. ഉള്ളിൽ നിറഞ്ഞ വേദന പുറത്തേക്ക് വന്ന് കണ്ണുകൾ ചതിക്കുമോ എന്നൊരു വേള അവൻ ഭയപ്പെട്ടു. പെട്ടെന്ന് തന്നെ അതെല്ലാം മറച്ചു വെച്ച് അവൻ ട്രീസയുടെ റൂമിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. അതെ, ഇന്നിനൊന്നും വെച്ചുണ്ടാക്കണ്ട, ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം. എനിക്ക് ഓഫീസിൽ പോകണം. ഇത്രയും ദിവസമായിട്ട് അവിടെ തലാണിച്ചിട്ടില്ല. മറുപടിയായി കനത്തിലൊരു മോള് കിട്ടിയപ്പോൾ അവൻ ചിരിച്ചു. അല്ലെങ്കിലും കല്യാണക്കാരി പറഞ്ഞ അമ്മച്ചിയിടായി. അവനൊരു ചിരിയോടെ റൂമിൽ കയറി. ലച്ചു കുളിച്ചിറങ്ങി കബോർഡിൽ നിന്നൊരു ബ്ലാക്ക് കോട്ടൺ സാരി ഉടുത്തു. മുടി നന്നായി തുവർത്തി ഒതുക്കി ഒരു ക്രാബ് ഇട്ടു. നെറ്റിലൊരു കുഞ്ഞി കറുത്ത പൊട്ടും തൊട്ടു. കാതിലൊരു കറുത്ത മുത്തുപോലത്തെ കമ്മലിട്ടു. കഴുത്തിൽ എപ്പോഴുമുള്ള ആ നേരിയ സ്വർണ്ണമാല തന്നെ ആയിരുന്നു. അതിന്റെ അറ്റത്ത് കാണുന്ന മിന്നുന്ന കുരിശിലേക്ക് അവളുടെ നോട്ടം പോയി. അറിയാതെ ഒരേങ്ങിൽ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നു. നിറഞ്ഞു വന്ന മിഴികൾ അവൾ തുടച്ചു. ആ മിഴികളിൽ കരിമുഷി പതിഞ്ഞിട്ട് വർഷങ്ങളാവുന്നു. ഒരു വേള വാലിട്ട് കണ്ണെഴുതി കയ്യിൽ കുപ്പിവളകളും ഇട്ട് ദാവണി ചുറ്റി ചിരിച്ചുകൊണ്ട് ഓടിമറയുന്ന പഴയ ലച്ചുവിന്റെ രൂപം അവളിൽ മിന്നിമറഞ്ഞു. ഓർമ്മകൾക്ക് തിരിച്ചു വരാനുള്ള ഇടം കൊടുക്കാതെ അവൾ തലകുടഞ്ഞു. അപ്പോഴും കാതിൽ തന്റെ പ്രിയപ്പെട്ടവരുടെ വിളി മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു.
ചുറ്റിനും ലച്ചു എന്നുള്ള വിളികൾ മുഴങ്ങിയപ്പോൾ അവൾ 2 കൈകൊണ്ട് ചെവി പൊത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ചു നിന്നു. ഒന്ന് ശാന്തമായപ്പോൾ മെല്ലെ കണ്ണുകൾ തുറന്നു. ആ മിഴികൾ കരങ്ങിയിരുന്നു. കൈകൾ പതിയെ താഴേക്ക് ചലിച്ചപ്പോൾ കാതോരം വേദു എന്ന വിളി ഒരു കാറ്റുപോലെ വന്നു. ഒരു വേള ശരീരം തളർന്നുപോലെ തോന്നിയപ്പോൾ അവൾ കട്ടിലിരുന്നു. ആ നിശ്വാസം ഇപ്പോഴും തനിക്ക് ചുറ്റുമുള്ള പോലെ അവൾക്ക് തോന്നി. കണ്ണുകൾ ഇറുക്കിയടച്ച് അവൾ മൗനമായി തേങ്ങി. പാടില്ല, ഒന്നും ആഗ്രഹിക്കാനുള്ള അർഹത എനിക്കില്ല. ആ വിളി പോലും എനിക്ക് അന്യമാണ്. അല്ലെങ്കിൽ ഹൃദയം കൊടുത്തൊരു പൊട്ടിപ്പെണ്ണ് സ്നേഹിച്ചത് ആ മനുഷ്യനെ അറിയില്ലല്ലോ. ഇനി അറിയാനും പാടില്ല ഒരിക്കലും. കണ്ണുകൾ തുറന്നപ്പോൾ അവൾ പുതിയ ലച്ചുവായിരുന്നു. ഉള്ളിൽ അലറി കരയുമ്പോഴും പ്രാന്തമായ ഓർമ്മകളെ ചങ്ങലക്കിട്ടുകൊണ്ട് എല്ലാവരുടെ മുമ്പിൽ ചിരിച്ചു കാണിക്കുന്ന ആ പുതിയ ലച്ചു. മോളുടെ നെറ്റിലൊന്ന് തഴുകി അവൾ ബാഗും അത്യാവശ്യ സർട്ടിഫിക്കറ്റും എല്ലാം എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഹാളിലെ സോഫയിൽ പത്രവുമായിരിക്കുന്ന പ്രഭാകരന്റെ അടുത്തേക്ക് അവൾ ചെന്നു. ഇന്നും മടി പിടിച്ച് കിടന്നല്ലേ? കൊളസ്ട്രോൾ, ഷുഗർ എന്ന് വേണ്ട സകല അസുഖമുണ്ട്. രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. നാളെ മുതലാവട്ടെ വെള്ളം കോരിയിച്ച് ഞാൻ എഴുന്നേൽപ്പിക്കും, നോക്കിക്കോ, അവൾ എളിയിൽ കൈകുത്തി പറഞ്ഞു. മറുപടിയായി അയാൾ അവളെ നോക്കി ഇളിച്ചു കാണിച്ചു. അതുകണ്ട് മുഖം കൂട്ടി അവൾ അടുക്കളയിലേക്ക് പോയി. നൂലപ്പവും മുട്ടക്കറി ഒരു പ്ലേറ്റിലെടുത്ത് അവൾ കഴിച്ചു. ഇരുന്ന് കഴിക്കാനേ ലച്ചുവേ, സമയമുണ്ടല്ലോ, എന്തിനത്ര ധൃതി? അവൾക്കുള്ള വെള്ളവുമായി വന്ന മായ പറഞ്ഞു. ആ കാന്താരി എഴുന്നേൽക്കാൻ സമയമായിട്ടുണ്ട്. ഇന്നലെ സ്കൂളിൽ നിന്ന് വന്നുള്ള യുദ്ധം കഴിഞ്ഞ് നേരത്തെ കിടന്ന എഴുന്നേറ്റാ പിന്നെ പോക്ക് നടക്കില്ല, അതിനു മുമ്പ് ഇറങ്ങണം, അവൾ കഴിക്കുന്നതിനിടയിൽ പറഞ്ഞു. അത് കേട്ട് അവർ രണ്ടുപേരും ചിരിച്ചു. പിന്നെ ഓൾഡ് കപ്പിൾസ് കേൾക്കാൻ വേണ്ടി പറയാം, അവിടെ കൂടെ കൂടി രണ്ടും ഈ ഫ്ലാറ്റ് തിരിച്ചു വെക്കരുത്, അല്ലെങ്കിൽ തന്നെ ഇവിടെ എപ്പോഴും ബഹളാണെന്ന് പറഞ്ഞാൽ സെക്രട്ടറി ഒച്ചയുണ്ടാക്കും, കഴിയുന്നതിനിടയിൽ അവൾ പറഞ്ഞു. മറുപടിയായി രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് ഒരു പൊട്ടിച്ചിരിയായിരുന്നു. ആരോട് പറയാൻ, ആര് കേൾക്കാൻ എന്ന ഭാവത്തിൽ അവൾ യാത്ര പറഞ്ഞിറങ്ങി. ഡോറിലെത്തിയപ്പോൾ തിരിഞ്ഞു നോക്കി. സുരേഷ് ഗോപി സ്റ്റീലൊരു വിളി. പ്രഭാകര, ഓടി കാന്താരി. അയാൾ അവളെ തല്ലുന്ന പോലെ കാണിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് വേഗം ഇറങ്ങി. ഓപ്പോസിറ്റ് ഫ്ലാറ്റിന്റെ ഡോർ തുറന്നു കിടക്കുന്നുണ്ട്. അവളുടെ നോട്ട് അങ്ങോട്ട് പോയി. പുതിയ താമസക്കാരായിരിക്കുമെന്ന് അവൾ ഊഹിച്ചു. രാവിലെ കണ്ട കാർ ഓർമ്മ വന്നപ്പോൾ അതാണെന്ന് ഉറപ്പിച്ച് അവൾ ലിഫ്റ്റ് ലക്ഷ്യമാക്കി നടന്നു.